ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി കടക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ, എനിക്കൊപ്പം കേളുവൃന്ദരെ സഹായിക്കാൻ സോണാജറി കൂടി ചേരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണം വരുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് താരസംഘടനയായ അമ്മ വ്യക്തമാക്കിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് എന്ന ആരോപണവും അമ്മ ഭാരവാഹികൾ തള്ളി. ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാൻ ആവില്ലെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കി. അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി അമ്മയിൽ ഭിന്നതയുമുണ്ട് എന്ന സൂചനകൾ വരുന്നു. റിപ്പോർട്ടിന്മേലുള്ള പ്രതികരണം വൈകിയതിൽ ക്ഷമ ചോദിച്ച് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്ത് വന്നു. അമ്മയുടെ സ്റ്റേജ് ഷോയുടെ തിരക്കൊണ്ടാണ് പ്രതികരണം വൈകിയതെന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ വാദം. ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാവുന്നത്. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി, ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിന്റെ പുറകെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത്, ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. നടിമാർക്കെതിരെ അതിക്രമമുണ്ടായെന്ന റിപ്പോർട്ടിലെ മൊഴികൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന സംഘടനാ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാട് ജഗദീഷ് തള്ളി. നടിയുടെ ഭാഗത്തു നിന്നും, ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്തു നിന്ന് നീതി കിട്ടണം എന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു. ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കും. അപ്പോൾ തീരുമാനിക്കുമ്പോൾ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് സിനിമാക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനുസരിച്ചേ പറ്റുള്ളൂ. അമ്മയിൽ ഒരു ഭിന്നതയുമില്ലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കി. ജഗദീഷ് എന്താണ് പറഞ്ഞതെന്നറിയില്ല, താൻ പറഞ്ഞതിനെതിരായി ജഗദീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. ഒരു ഭിന്നതയില്ല, ഒന്നുമില്ല, ഭിന്നതയില്ല. ഞാൻ ജഗദീഷ് എന്താണ് പറഞ്ഞതെന്നുള്ളത് കേട്ടിട്ടില്ല. അത് കൂടിയാലോചന നടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കൂടിയാലോചന നടക്കാതിരിക്കില്ല. അമ്മയിൽ ഒരു ഭിന്നതയില്ല. ജഗദീഷ് ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എന്താ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അശ്വിൻ പാലാഴി ചെയ്ത ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വിൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ പൊതുസമൂഹം കാത്തിരുന്നത് അമ്മയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ത് പ്രതികരിക്കുന്നു എന്നറിയാനാണ്. ഇന്നാണ് ഇപ്പോൾ ആ പ്രതികരണവുമായി താരങ്ങൾ രംഗത്ത് വന്നത്. അമ്മയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭിന്നതയുമില്ല എന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞ തൊട്ട് പിന്നാലെ തന്നെ ജഗദീഷ് നേതൃത്വത്തിൽ തുറന്നടിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കൃത്യമായി ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നാഭിപ്രായങ്ങൾ തന്നെ ആ സംഘടനയിലുണ്ട് എന്ന് വ്യക്തമായി വരികയുമാണ്. എന്താണ് ഇത് സംബന്ധിച്ച് ഇന്ന് ഉണ്ടായിട്ടുള്ള പ്രധാന പ്രതികരണങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് പ്രധാന ഭാരവാഹികളിൽ നിന്നും ഉണ്ടായത് ഒരേ സമയം? അശ്വിൻ. പ്രജിൻ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ചടക്കമുള്ള ഒരു സിനിമാ തിരക്കഥ പോലെയാണ് വാർത്താ സമ്മേളനം ഇന്ന് തന്നെ പറയേണ്ടി വരും. ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മൗനം പാലിക്കണം അല്ലെങ്കിൽ മറുപടി ഒഴിവാക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി തന്നെയാണ് അമ്മ ഭാരവാഹികൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അതായത് പ്രധാനപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും ഭാരവാഹികൾ, പ്രത്യേകിച്ച് സിദ്ദിഖ് അടക്കമുള്ള ആരും മറുപടി നൽകിയില്ല. അത് പൂർത്തിയാക്കാതെ, വാർത്താ സമ്മേളനം പൂർത്തിയാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. അത് പൂർണ്ണമായും പുറത്തുവിടണമെന്ന അടക്കമുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇതിൽ സിനിമാ രംഗത്ത് ലൈംഗികമായി പ്രധാനപ്പെട്ട, അതായത് മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾ തന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്നുള്ള നടിമാരുടെ ആരോപണങ്ങൾ, മൊഴി നൽകിയതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അത് ആരാണെന്ന് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ നടപടിയെടുക്കുമെന്നുള്ള ഒരു മറുചോദ്യമാണ് സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഒപ്പം സർക്കാർ വിളിച്ചിരിക്കുന്ന എൻക്ലേവ്, ആ എൻക്ലേവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള എൻക്ലേവ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ എന്താണ് സർക്കാരിന്റെ ഉദ്ദേശമെന്നും അങ്ങനെ ഒരു എൻക്ലേവിനെ കുറിച്ച് അറിയില്ലെന്നുമായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം. ഒപ്പം ഭിന്നത, അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഒപ്പം അമ്മയുടെ പൊതുവെയുള്ള 506
അംഗങ്ങളുള്ള ഈ ഒരു കൂട്ടായ്മയിലുമെല്ലാം ഈ ഒരു ഭിന്നത പ്രകടമാകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രതികരണം വൈകിയത് എന്നടക്കമുള്ള പ്രതികരണങ്ങൾ പല താരങ്ങളിൽ നിന്നും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെ ഭിന്നത എന്ന് വിശേഷിപ്പിക്കാനാവില്ല, അത് ബഹുസ്വരതയുടെ അടയാളമാണ് എന്നുള്ള ഒരു മറുപടി സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ മറുപടിക്ക്, അതായത് ഈ ഒരു അമ്മയുടെ ഷോ കാരണമാണ് ഈ മറുപടി വൈകിയത്, പ്രതികരണം വൈകിയത് എന്നുള്ള സിദ്ദിഖിന്റെ മറുപടിക്ക് വിരുദ്ധമായി വൈസ് പ്രസിഡന്റ് ജഗദീഷ് ഒരു മറുപടി നൽകിയത്. അതിൽ ക്ഷമ ചോദിക്കുന്നു, അതായത് പ്രതികരണം വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഈ പ്രതികരണം വൈകുന്നതിൽ ഒരു ഭിന്നത ഉണ്ടായിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് അടിവരയിടുന്നതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെയും പ്രതികരണം. എന്നാൽ അത് സമ്മതിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ അമ്മയുടെ വാർത്താ സമ്മേളനം, അതിൽ പ്രഖ്യാപിച്ച നിലപാടുകൾ, അതുമൊക്കെയായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിലും ഉണ്ടാകും. അശ്വിൻ, അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു, സിദ്ദിഖ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് അമ്മ പൂർണ്ണമായും അത് സ്വാഗതാർഹമാണ്, സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിലെ ചില കാര്യങ്ങൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് ആവർത്തിച്ച് പറയുന്ന സിദ്ദിഖിനെയാണ് നമ്മൾ കണ്ടത്. ആ രീതിയിൽ അതിൽ എന്തെങ്കിലും ഒരു പരാതിയുമായി വന്നു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ അമ്മ എന്ന സംഘടന ഉണ്ടാകും, അത് നമ്മളിൽപ്പെട്ട ഒരാളാണല്ലോ. അപ്പോൾ പരാതിയുമായി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊപ്പം തന്നെ ആയിരിക്കും അമ്മ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതേസമയം ആർക്കെതിരാണ് പരാതി, അതും അമ്മയിൽപ്പെട്ട അംഗങ്ങൾ തന്നെയല്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ്. അത്തരം ചോദ്യങ്ങളോട് എങ്ങനെയാണ് മറുപടി പറഞ്ഞത് സിദ്ദിഖ്? പ്രജിൻ, ആ ചോദ്യം നമ്മൾ ചോദിച്ചത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 96-ാമത്തെ പോയിന്റ് ഉദ്ധരിച്ചുകൊണ്ടാണ്. അതായത് സിനിമയിലെ പല നടികൾക്കും മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളുടെ പക്കൽ നിന്നും ലൈംഗിക ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്, അത് അന്വേഷിച്ചപ്പോൾ അതിൽ തൃപ്തരാണ് ഹേമ കമ്മിറ്റി എന്നുള്ളൊരു പരാമർശം 96-ാമത്തെ പോയിന്റിലുണ്ട്. ഈ ചോദ്യം എടുത്തു ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകാം എന്ന് കരുതി സിനിമാ മേഖലയെ ഒന്നടങ്കം, അല്ലെങ്കിൽ അമ്മ എന്ന താരസംഘടനയെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ളൊരു മറുപടി സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് വന്നത്. എന്തായാലും ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയിട്ടുള്ളത് താരസംഘടനയിൽ ഉള്ള അംഗങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇവരുടെ സഹപ്രവർത്തകർ തന്നെയാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള ഒരു ലേബൽ നൽകി അതിനെ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി തന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം പവർ ഗ്രൂപ്പ്, മാഫിയ എന്നിങ്ങനെ ഒന്നും സിനിമാ മേഖലയില്ല എന്ന് തുറന്നടിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സിദ്ദിഖ് ചെയ്തത്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇത്രയും വർഷം ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ കേട്ടിട്ടില്ല. ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിച്ചു നിർത്താനോ അല്ലെങ്കിൽ സിനിമയുടെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്താനോ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ കൂടി പല നടിമാരും എത്തി ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും അതിന്റെ തിക്താനുഭവങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയിരുന്നു. അതിനെയെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നത്. ഒപ്പം അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ജോമോൾ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് തനിക്കോ തന്റെ സഹപ്രവർത്തകർക്കോ ഒരു തരത്തിലും ദുരനുഭവം സിനിമാ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തിട്ടുള്ളത്? ഇവരുടെ സഹപ്രവർത്തകരല്ലേ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ആരും തന്റെ മുറിയിൽ വന്ന് തന്റെ വാതിലിൽ മുട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഇന്ന് ജോമോളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത്. അപ്പോൾ ഒട്ടേറെ നടിമാർ, ഒട്ടേറെ ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കമുള്ള ഒട്ടേറെ വനിതാ അംഗങ്ങൾ, നടിമാർ ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഭാഷകളിലെ നടിമാർ പോലും ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണങ്ങൾ നടത്തിയതും നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് അമ്മ എക്സിക്യൂട്ടീവിൽ തന്നെയുള്ള ജോമോളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ ഇല്ല എന്നുള്ള ഒരു സംഭവത്തെ തങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല എന്ന് പൂർണ്ണമായി പറയുന്നില്ല എന്നുകൂടി സിദ്ദിഖ് പറയുന്നുണ്ട്. എന്തായാലും ഈ വാർത്താ സമ്മേളനം, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, വിവാദങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞുള്ള മറുപടികളൊക്കെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പ്രജി, ശരി. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് പ്രധാനപ്പെട്ട ഭാരവാഹികൾ അമ്മ സംഘടനയിൽ രണ്ടുപേർക്കും രണ്ടഭിപ്രായങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിനും ചർച്ചകൾക്കും വഴിവെക്കുന്നതാണെന്ന കാര്യം വ്യക്തവുമാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഏറ്റവും കൂടുതൽ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളാണ്. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും വളരെ കൃത്യമായ മറുപടി നൽകാതെയാണ് സിദ്ദിഖ് അടക്കമുള്ള സംഘടനാ നേതാക്കൾ ഇന്ന് പ്രതികരിച്ചത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് അതിനെ മാറ്റുകയാണ് ചെയ്തതെന്ന കാര്യം വ്യക്തമാണെങ്കിലും ഈ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് ഈ രീതിയിൽ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തതെന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞു. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്.
ചുറ്റും നടക്കുന്നത് ഒന്നും അറിയാത്ത വിധത്തിലുള്ള പ്രതികരണമാണ് താരസംഘടനയായ അമ്മയോടേതെന്ന് ദീദി ദാമോദരൻ. അമ്മയിലെ അംഗങ്ങൾ കൂടി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട്. ജോമോൾ ചരിത്രം കൂടി മനസ്സിലാക്കണം. ലാഘവത്തോടെയാണ് സിദ്ദിഖ് സംസാരിച്ചതെന്നും ദീദി ദാമോദരൻ പറഞ്ഞു. ഇവരുടെ തന്നെ അംഗങ്ങളുടെ പലതവണ അവരുടെയൊക്കെ മൊഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പോലും ഇവരാരും തിരക്കിയിട്ടില്ല. പലരും വിഷമത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നിന്നിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇത്ര ലാഘവത്തോടെ ഒരാൾ സംസാരിക്കുമ്പം അതിൽ ഒളിച്ചു വെച്ച ഒരു പരിഹാസവും ആ പരിഹാസത്തിൻ്റെ ക്രൂരതയാണ് അതാണ് എനിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്തത്. അറിയാത്തതല്ല എന്ന് മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സംഭവിച്ചൊരു കഥയെ ആധാരമാക്കിയിട്ടൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ. നായികമാരായി അഭിനയിക്കുന്ന നടിമാർ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുപ്രണാമം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാറുണ്ട്. സീനിയേഴ്സിനെ പറ്റി ആലോചിക്കുമ്പം കുറച്ചും കൂടെ ചരിത്രബോധം ഉണ്ടാവണമല്ലോ. നമ്മൾ നിൽക്കുന്ന പരിസരത്തിനെ പറ്റി ബോധം ഉണ്ടെങ്കിൽ മരിച്ചുപോയ ആ സ്ത്രീകളൊക്കെ എന്തിനാണ് മരിച്ചത് എന്നെങ്കിലും ജോമോളെ പോലെയുള്ളവർ നോക്കിയാൽ നല്ലതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഔദ്യോഗിക പ്രതികരണം വന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശ്യാംകുമാർ ചേർന്നുണ്ട് ഏറ്റവും പുതിയ കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുടനീളം തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിലെ സംഭവങ്ങളെല്ലാം ജനറലൈസ് ചെയ്യരുത് എന്നൊരു കാര്യം സിദ്ദിഖ് ആവർത്തിച്ച് പറഞ്ഞു. അതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നുകൂടി പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ അതിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുന്നു. പാർവതി തിരുവത്ത് അടക്കം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് യോജിപ്പില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന കാര്യങ്ങൾ പറയുന്നു സിദ്ദിഖ്. ഒപ്പം തന്നെ ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അറിയുകയേ ഇല്ല എന്ന് പറയുന്നു. 40 വർഷമായി ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ആളാണ്, പക്ഷെ തനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല എന്ന് സിദ്ദിഖ് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത്. ഒരു തൊഴിലിടത്തിന്റെ ഉടമ എന്ന നിലയിൽ അത് പ്രൊഡ്യൂസറാണ്, നിർമ്മാതാവാണ്. അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഈ മുതിർന്ന അഭിനേതാവ് കൂടിയായ സിദ്ദിഖ്, സംഘടനാ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ചോദിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദത്തിനും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ഒരു മറുപടി അത് തന്നെയല്ലേ ഉണ്ടായത് ഉടനീളം ഈ വാർത്താ സമ്മേളനത്തിൽ? ശ്യാം, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അമ്മയിലുണ്ടായ ആഭ്യന്തര തർക്കങ്ങൾ അത് രൂക്ഷമാകുന്നതിന്റെ ഏറ്റവും വലിയ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അമ്മ ഇന്ന് വാർത്താ സമ്മേളനവുമായി രംഗത്തെത്തിയത്. ഒരുപക്ഷെ ഇന്ന് ഈ വാർത്താ സമ്മേളനം അമ്മ നേതൃത്വം നടത്തില്ലായിരുന്നെങ്കിൽ നാളെ കൂടുതൽ അഭിനേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനവുമായി എത്തുമെന്ന മുന്നറിയിപ്പ് പോലും അമ്മ നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം വന്ന വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പഠിച്ചു വന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളൊരു നിലപാടാണ് സിദ്ദിഖ് സ്വീകരിച്ചത്. എന്തു പറയണമെന്ന് ആഗ്രഹിച്ചു വന്നോ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും പറയില്ല എന്ന് ഉറപ്പിച്ച രീതിയിലായിരുന്നു അമ്മ നേതൃത്വം എത്തിയത്. പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഇത്രയും സീനിയറായ സിദ്ദിഖിനെ പോലെ ഒരു നടൻ അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം പറഞ്ഞത് മുൻപ് സിനിമയിൽ രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റികളെ കുറിച്ചായിരുന്നു. അതും ഇപ്പോൾ നിലവിലില്ല എന്ന് സിദ്ദിഖ് തന്നെ പറയുന്നു. പിന്നീട് സിനിമയിൽ അത്തരത്തിലൊരു സംവിധാനത്തിന് നിലനിൽപ്പ് ഉണ്ടാകില്ല, സിനിമയിൽ നടീനടന്മാരെ ആർക്കും വിലക്കാൻ സാധിക്കില്ല എന്ന് സിദ്ദിഖ് പറയുന്നു. അപ്പോൾ നടി പാർവതിയുടെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിനോട് തനിക്ക് യോജിപ്പില്ല, പാർവതിക്ക് അങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതും അതേ സിദ്ദിഖ് തന്നെയാണ്. ഏതായാലും ഒരു ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിക്കാതിരുന്ന അമ്മ സംഘടന നേതൃത്വം ആകെ ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയാണ്. ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് പറയുന്നു. അപ്പോഴും അമ്മയിലെ ഉൾപ്പെടെ അംഗങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ള ചോദ്യത്തിന് വലിയ രീതിയിൽ കൃത്യമായ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് അമ്മ നേതൃത്വവും സിദ്ദിഖും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നടത്തിയത്. വ്യക്തമാണ്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞ കോൺക്ലേവിനെ കുറിച്ച് അത് ഏത് രീതിയിലാണ് സംഘടിപ്പിക്കാൻ പോകുന്നതിനെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല എന്നുകൂടി അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നേരത്തെ പ്രതികരിച്ചിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്, JNUവിൽ വിദ്യാർത്ഥി പ്രതിഷേധം. പ്രത്യേക പ്രവേശന പരീക്ഷ പുനഃസ്ഥാപിക്കണം, സ്കോളർഷിപ്പ് തുക ഉയർത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയായിരുന്നു. മാർച്ചിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. 24 റിപ്പോർട്ടർ R അച്യുതന് പരിക്കേറ്റു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, അച്യുതന്റെ പരിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? മാത്രമല്ല, എങ്ങനെയാണ് ഈ മാർച്ചിനിടെ അത് മാധ്യമപ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമമായി മാറിയത്? പ്രജിൻ, മാർച്ചിനിടെയല്ല ഈ സംഘർഷമുണ്ടായത്. വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്തേക്ക് മാർച്ച് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകൾ വെച്ച് വിദ്യാർത്ഥികളെ തടയുകയായിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പോകുന്നതിനായി ക്യാമ്പസിന്റെ മറ്റൊരു ഗേറ്റിലൂടെ പുറത്തു മറുവശത്തേക്ക് പോകാൻ
പോലീസ് നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് അവിടെ നിന്നും മാധ്യമപ്രവർത്തകർ JNUവിന്റെ മറ്റൊരു ഗേറ്റിലേക്ക് നീങ്ങുന്നതിനിടെ JNUവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ തടയുകയായിരുന്നു. പോലീസ് നിർദ്ദേശമനുസരിച്ച് സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരെയാണ് ഈ JNUവിലെ സുരക്ഷാ ജീവനക്കാർ തടയുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഈ ഒരു മർദ്ദനത്തിലാണ് R അച്യുതനും 24 ക്യാമറമാൻ മോഹൻകുമാറിനും പരിക്കേറ്റത്. മറ്റ് നിരവധി മാധ്യമപ്രവർത്തകർക്ക് നേരെയും മർദ്ദനമുണ്ടായി. വനിതാ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യുന്ന നടപടിയാണ് JNUവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള കയ്യേറ്റം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ തകർക്കാൻ ശ്രമമുണ്ടായി. ചില മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ ഈ സുരക്ഷാ ജീവനക്കാർ കൈക്കലാക്കുന്ന സംഭവവും ഇന്ന് ഉണ്ടായി. എന്തായാലും സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ക്രമസമാധാനം അടക്കമുള്ള വിഷയങ്ങൾ പോലീസ് ആണ് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ പോലീസ് നിർദ്ദേശമനുസരിച്ച് നീങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ JNUവിലെ സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു.